ഹരി ഓം. ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 2 ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്നു. നവരാത്രി വ്രതം അനുഷ്ഠിച്ച് ഭഗവതിയെ ഉപാസിച്ചതുകൊണ്ടാവാം ഈ കാർത്തിക മാസത്തിൽ എനിക്ക് ഭഗവാനെ കണ്ടു തൊഴാനും നന്നായി ദർശനം ലഭിക്കാനും സാധിച്ചു. ഇനി നമുക്ക് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 3-ാമത്തെയും 4-ാമത്തെയും ധ്യാന ശ്ലോകം ഒന്ന് പറയാം. സകുങ്കുമവിലേപനാം അളികചുംബികസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം. അംബികാം സ്മരേത്, അംബികയെ സ്മരിക്കണം. എങ്ങനെയുള്ള അംബികയെ? സകുങ്കുമ വിലേപനാം അളികചുംബി കസ്തൂരികാം. ദേവി നെറ്റിയിൽ കുങ്കുമം ലേപനം ചെയ്തിരിക്കുന്നു. അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാനായി വണ്ടുകൾ ചുംബിക്കുന്ന രീതിയിൽ, അതാണ് കസ്തൂരി തിലകം അണിഞ്ഞിരിക്കുന്ന ദേവിയെന്ന് പറഞ്ഞിരിക്കുന്നത്. സമന്ദഹസിതേക്ഷണാം, മന്ദഹാസം പൂണ്ട കണ്ണുകളോടെയുള്ള, സശരചാപപാശാങ്കുശം, അമ്മയുടെ 4 കൈകളിലും ശരം, ചാപം, പാശം, അങ്കുശം, അതായത് അമ്പ്, വില്ല്, കയറ്, തോട്ടി, ഇവ 4 കൈകളിലും ധരിച്ചിട്ടുണ്ട്. അശേഷജനമോഹിനിയും, എല്ലാ ജനങ്ങളെയും മോഹിപ്പിക്കുന്ന, അതായത് ആകർഷിപ്പിക്കുന്ന രീതിയിൽ. എങ്ങനെയാണ്? അരുണമാല്യഭൂഷോജ്വലാം, അരുണമാല്യം ചുവന്ന മാലയണിഞ്ഞ്, ഭൂഷോജ്വലാം ഉജ്ജ്വലമായ ആഭരണങ്ങൾ ധരിച്ച്, ജപാകുസുമഭാസുരാം, ജപാകുസുമം എന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിപ്പൂവിൻ്റെ നിറത്തോടെ, അതായത് ചുവപ്പ് നിറത്തോടെ വെട്ടിത്തിളങ്ങുന്ന അമ്മയെ ജപിക്കുമ്പോൾ ഞാൻ സ്മരിച്ചുകൊള്ളുന്നു. അതാണ് ഈ 3-ാമത്തെ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് അടുത്തത് നോക്കാം. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈർ അഹമിത്യേവ വിഭാവയേ മഹേശീം. മഹേശീം അല്ലെങ്കിൽ ഭവാനിയും രണ്ടും ജപിക്കാം. അതിൻ്റെ സാരാംശം: അരുണാം ചുവന്ന നിറത്തോടെയുള്ള, കരുണാതരംഗിതാക്ഷിയും അമ്മയുടെ കണ്ണുകളിൽ കാരുണ്യം നിറഞ്ഞിരിക്കുന്നു, ധൃത പാശ അങ്കുശ പുഷ്പബാണചാപാം. ധൃത കയ്യിൽ എന്തൊക്കെയുണ്ട്? പാശം, അങ്കുശം, പുഷ്പബാണം, ചാപം, ഇവയൊക്കെയുണ്ട്. അണിമാദിഭിരാവൃതാം, അത് അണിമ തുടങ്ങിയ അഷ്ടൈശ്വര്യങ്ങളെയാണ്. നമുക്കറിയാം അഷ്ടസിദ്ധികൾ: അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം. ഇവ ദേവിയിൽ നിന്ന് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഈ അഷ്ടൈശ്വര്യങ്ങളും പൊൻകിരണങ്ങൾ ആയി വലയം ചെയ്തിരിക്കുന്ന ഇങ്ങനെയുള്ള മഹേശിയായ ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. അമ്മയുടെ ഈ ധ്യാനമന്ത്രമൊക്കെ നമ്മൾ ജപിക്കുമ്പോൾ ദേവിയുടെ ഈ പൂർണ്ണമായ രൂപം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ജപിച്ചാൽ നന്നായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സ്തോത്രങ്ങൾ പാരായണം ചെയ്യാം. ഹരി ഓം.